നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമുക്കിന്ന് ഭദ്രകാളി സേവയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഭഗവതിയെ എങ്ങനെയാണ് നമ്മൾ ജപിച്ച് സിദ്ധിയാക്കുന്നതെന്നും അമ്മയെ നമ്മൾ എങ്ങനെയാണ് സേവിക്കേണ്ടത് എന്ന് നമുക്ക് വിധിയാം വണ്ണം നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ഓൺലൈനിലൂടെയൊക്കെ തന്നെ ഒരുപാട് മന്ത്രം വിൽക്കുന്ന ആൾക്കാർ, ഇൻസ്റ്റൻറ്റ് ഗുരുക്കന്മാരൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവർ കാശൊക്കെ വാങ്ങി ദീക്ഷ കൊടുക്കുക എന്നൊക്കെയുള്ളൊരു സമ്പ്രദായങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞു വിടുക. എനിക്ക് സിദ്ധി കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്ന ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ശിഷ്യന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ നമുക്ക് കാളി ഭഗവതിയെ നമുക്ക് എങ്ങനെയാണ് സിദ്ധിയാക്കുക? അപ്പോൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവതി പ്രത്യക്ഷപ്പെടുമോ എന്ന് നമുക്ക് ചിന്തിക്കാം. വിധിയാവണ്ണം നമ്മൾ എന്ത് ക്രിയ ചെയ്താലും അതിന് പ്രപഞ്ചം റിസൾട്ട് തരാണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് പല അസുരന്മാരും തപസ് ചെയ്ത് സിദ്ധി വാങ്ങുന്നത്. ദേവഗണങ്ങൾക്കറിയാം ഇവർക്ക് അനുഗ്രഹം കൊടുത്താൽ, ഇവർക്ക് വരം കൊടുത്താലും ഇത് ദോഷമായി തീരുമെന്നറിയാം. പക്ഷെ അവർ വിധി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ദേവതയ്ക്ക് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാണ്ടിരിക്കാൻ സാധിക്കില്ല. ദേവതയുടെ പ്രസൻസ് അവിടെ ഉണ്ടാവാതിരിക്കാനായിട്ട് സാധ്യത വരില്ല. അതാണ് അതിൻ്റെ നിയമം. നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ, നമ്മൾ ഏതൊരു പ്രാർത്ഥന ചെയ്യുമ്പോഴും നമ്മൾ ആദ്യമേ നമ്മളെ ബന്ധിക്കണം. ഇതിനെ കൊട്ടി രക്ഷിക്കുക, ദശദിഗ്ബന്ധനം എന്ന് പറയുന്ന ഒരു ക്രിയ ചെയ്ത് നമ്മുടെ 10 ദിക്കും ആദ്യമേ ബന്ധിക്കണം. അങ്ങനെ ബന്ധിച്ചില്ല എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് സൂക്ഷ്മ ശക്തികളുണ്ട്. ആ ശക്തികൾ നമ്മളുടെ ഈ ഉദ്യമത്തെ തടസ്സം ചെയ്യുവാനായിട്ട് ഇടയാക്കും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് വായിക്കോട്ട വരിക, ഉറക്കം വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യമേ 10 ദിക്ക് നമ്മൾ ബന്ധിക്കുന്ന ഒരു ക്രിയയുണ്ട്. ഇതിനെ ദശദിക് ബന്ധനം എന്നാണ് പറയുന്നത്. ആ ക്രിയ ചെയ്ത് നമ്മുടെ 10 ദിക്ക് നമ്മൾ ആദ്യമേ ബന്ധിക്കണം. രണ്ടാമത് നമുക്ക് എവിടെ നിന്നാണോ ദീക്ഷ തന്നത് ആ ഗുരുവിനെ നമ്മൾ ആദ്യം നമ്മുടെ സഹസ്രാരപത്മത്തിൽ കണ്ട് പ്രാർത്ഥിക്കണം. ശേഷം മന്ത്രശിഖ എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്. അതായത് ഭദ്രകാളിക്കാവുമ്പോൾ ക്രീം എന്ന മന്ത്രം 7 ഉരു ജപിക്കുമ്പോഴേക്കും മന്ത്രശിഖയായി. അതിനുശേഷം ഗുരുവിനെ നമ്മൾ ശിരസിൽ കണ്ട് ധ്യാനിക്കണം. അതിൻ്റെ ഒരു ധ്യാനമന്ത്രമുണ്ട്. ധ്യാനമൂലം ഗുരുർമൂർത്തി, പൂജാമൂലം ഗുരുപദം, മന്ത്രമൂലം ഗുരുർവാക്യം, മോക്ഷമൂലം ഗുരുപദം, ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപ ഗുരോ പരതര നാസ്തി തസ്മാൽ സമ്പാദ്യതേ ഗുരു. അപ്പോൾ ഗുരുവാണ് എല്ലാം എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അത് നമ്മുടെ സഹസ്രാരപത്മത്തിൽ കണ്ട് ഗുരുവിനെ നമ്മൾ ധ്യാനിക്കണം. ശേഷം നമ്മൾ ഏത് ദേവതയാണോ പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മുടെ ഇഷ്ടദേവത, ആ ദേവതയെ നമ്മുടെ ഹൃദയത്തിലേക്ക് കണ്ടുകൊണ്ട് ആ ദേവതയെ ഹൃദയത്തിൽ കണ്ണുകൊണ്ട് കാണണം, അകക്കണ്ണുകൊണ്ട് കാണണം. ആ രൂപം ഹൃദയത്തിൽ കൊണ്ടുവന്ന് കാണണം. മൂന്നാമത് കല്ലുക എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്. അതായത് ക്രീം ഹും സ്ത്രീം ഹ്രീം ഫട്ട് എന്ന മന്ത്രം സഹസ്രാരപത്മത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് 7 തവണ ഈ മന്ത്രം ജപിക്കുമ്പോഴേക്കും കല്ലുക എന്ന് പറയുന്ന ക്രിയയായി. അതിനുശേഷം സേതു എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്. അതായത് ഹ്രീം എന്ന് ചേർത്ത് 7 തവണ ഹൃദയത്തിൽ ജപിക്കണം. ഹ്രീം 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 എന്ന് ഹൃദയത്തിൽ കൊണ്ടുവന്ന് 7 തവണ ജപിക്കണം. അതിനുശേഷം മഹാസേതു എന്ന് പറയുന്ന ഒരു ക്രിയയാണ്. അത് നമ്മുടെ വിശുദ്ധി ചക്രത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് ക്ലീം എന്ന് 7 തവണ ജപിക്കണം. അപ്പോൾ അത് മഹാസേതുവായി തീരും. അതിനുശേഷം അശൗചഭംഗം എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്. അതായത് മന്ത്രത്തിന് അശുദ്ധി ഉണ്ടാവും. ആ അശുദ്ധി മാറുന്നതിന് വേണ്ടി അശൗചഭംഗം എന്ന് പറയുന്ന ഒരു ക്രിയ ചെയ്യണം. അതായത് ഓം ഹ്രീം ഭദ്രകാളിയെ നമ എന്ന് 7 തവണ ജപിക്കുമ്പോഴേക്കും ഈ അശൗച എന്ന് പറയുന്ന അവസ്ഥ മാറി ശുദ്ധാവസ്ഥയിലേക്ക് മന്ത്രം മാറും.
അതിനുശേഷം മഹാകുണ്ടലിനി നിർവ്വാണ സ്വരൂപം എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്. അതായത് ഭദ്രകാളിക്കാകുമ്പോൾ ഓം ഓം ഹ്രീം ഭദ്രകാളിയേ നമഃ, ഐം ആ ആർ ഇ ഈ ഉ ഉ എന്ന് തുടങ്ങുന്ന അക്ഷരങ്ങൾ, കായിക ഗായിക തുടങ്ങിയ അക്ഷരങ്ങൾ തുടങ്ങി ലാസ്റ്റ് വരെ ഹം ലം ഷം ഴം ഷം എന്നുവരെയുള്ള മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം ഓം എന്ന് ജപിക്കുക. ഇത് മണിപൂരകത്തിൽ ജപിക്കുമ്പോഴേക്കും നമുക്ക് സിദ്ധി ഉണ്ടാവാനായിട്ട് സ്റ്റാർട്ടാകും. അപ്പോൾ മുതലാണ് മന്ത്രത്തിനൊരു സിദ്ധി സ്റ്റാർട്ടാകാനായിട്ട് തുടങ്ങുക. അത് കഴിഞ്ഞതിന് ശേഷം കാമബീജം ജപിക്കണം. ക്ലീം എന്ന് 7 തവണ സ്വാധിഷ്ഠാനത്തിൽ ജപിക്കുമ്പോഴേക്കും കാമബീജമന്ത്രം ഉണരാനായിട്ട് തുടങ്ങും. അതിനുശേഷം വിനിയോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചില കാര്യം, അതായത് മന്ത്രങ്ങളെ ഋഷി, ഛന്ദസ്, ദേവത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുന്ന എന്ത് ഫലമാണോ ആ ഫലത്തെ നമ്മൾ കാക്ഷിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിനെയാണ് വിനിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ കാളിക്കാകുമ്പോൾ ഓം അസ്യ ശ്രീ കാളികാ മന്ത്രസ്യ ഭൈരവ ഋഷി പങ്ക്തിച്ഛന്ദ കാളികായേ ദേവത പുരുഷാർത്ഥ ചതുർത്ഥ സിദ്ധ്യർത്ഥേ ശത്രു സംഹാരാർത്ഥേ പൂർവജന്മ പാപ പരിഹാരാർത്ഥേ ജപേ വിനിയോഗ എന്ന് തുടങ്ങി വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇതിനെ വിനിയോഗം എന്ന് പറയും. അതിനുശേഷം നമുക്ക് ഋഷിന്യാസങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഋഷിന്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദേവതയെ കണ്ടെത്തിയ ഒരു ഋഷി ഉണ്ടാവും, എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നും ഇത് ഏത് ദേവതയാണ് എന്നും ഈ ഋഷിയാണ് ഇത് കണ്ടെത്തി. അപ്പോൾ ആ ഋഷിയെ നമ്മൾ സ്മരിക്കണം. അതിന് നമ്മൾ ഭൈരവ ഋഷി പങ്ക്തിച്ഛന്ദ കാളികായേ ദേവത എന്ന് നമ്മൾ ശിരസ്, മേൽചുണ്ട്, ഹൃദയം എന്നീ ഭാവങ്ങളിൽ നമ്മൾ ഈ മുദ്ര കൊണ്ട് സ്പർശിക്കണം. ശേഷങ്ങൾ കരന്യാസം, അംഗന്യാസം തുടങ്ങി ക്രിയകൾ ചെയ്ത് പൂജാപരമായിരിക്കുന്ന ചില ക്രിയകൾ, അത് ചില മുദ്രകളെന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെയുള്ള ചില ക്രിയകൾക്കാണ് കരന്യാസം, അംഗന്യാസം എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ധ്യാനം ചൊല്ലണം. ധ്യാനമാണ് ഭഗവതിയുടെ ഏത് രൂപമാണ്. അപ്പോൾ പല രീതിയിലുള്ള ധ്യാനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഗുരു എന്താണോ നമുക്ക് തരുന്നത് ആ രൂപത്തിലുള്ള ദേവതയായിരിക്കും അത്. ചിലപ്പോൾ കാളിമേഘ സമപ്രഭ എന്നുണ്ടാകും, വ്യത്യസ്തമായ അങ്ങനെ പല രൂപത്തിലുള്ള മന്ത്രങ്ങളുണ്ടാകും. അപ്പോൾ ആ ഏത് ധ്യാനമാണ് നമുക്ക് കിട്ടുന്നത് ആ ധ്യാനത്തിലൂടെ നമ്മൾ ധ്യാനത്തെ ചൊല്ലി ദേവതയുടെ രൂപം നമ്മൾ പൂർണ്ണമായിട്ടും കാണും. ഇതാണ് ധ്യാനം. അതിനുശേഷം പ്രാണയോഗം എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്. ഓം ഓം ഹ്രീം ഭം ഭദ്രകാളിയേ നമഃ. ഇത് 7 തവണ ജപിക്കുമ്പോഴേക്കും പ്രാണയോഗമാകും. അതിനുശേഷം ദീപനി എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്. അതായത് ഓം ഹ്രീം ഭം ഭദ്രകാളിയേ നമഃ എന്ന് 7 തവണ ജപിക്കുമ്പോൾ ദീപനി എന്ന് പറയുന്ന ക്രിയയാവും. അതിനുശേഷം മുഖശോധനം, മന്ത്രത്തിനെ മുഖം ശോധിക്കുന്ന ഒരു ക്രിയയാണ്. അതിന് ക്രീം 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 ഓം 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 ക്രീം 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 ഇത് 7 തവണ ജപിക്കുമ്പോഴേക്കും മുഖശോധന ക്രിയയാവും. അതിനുശേഷമാണ് പ്രാണായാമം ചെയ്യേണ്ടത്. അപ്പോൾ പ്രാണായാമം ചെയ്യുന്നത് ഓം എന്ന മന്ത്രം കൊണ്ട് നമ്മുടെ ശ്വാസത്തെ ഒരു മൂക്കിലൂടെ ശ്വാസം ഉള്ളിലെടുത്ത് ഹൃദയം നിർത്തി ഓം എന്ന മന്ത്രം ജപിച്ച് മറ്റേ മൂക്കിലൂടെ പുറത്തോട്ട് വിടുന്ന ഒരു ക്രിയയാണ്. ഇത് യോഗ ക്രിയയിലുള്ളൊരു ക്രിയയാണ് പ്രാണായാമം എന്ന് പറയുന്ന ക്രിയ. അത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതിനുശേഷമാണ് ഉത്കീലന മന്ത്രം നമ്മൾ ജപിക്കേണ്ടത്. ഏറ്റവും വളരെ പ്രാധാന്യമുള്ള ഒരു ക്രിയയാണ് ഉത്കീലന മന്ത്രം. അതായത് ഈ മന്ത്രത്തെ കണ്ടെത്തിയ ഋഷി ഈ മന്ത്രത്തെ ഒരു ലോക്കാക്കി വച്ചിരിക്കുക, തുറന്നു വരില്ല. അതുകൊണ്ടാണ് ചുമ്മാ ഒന്ന് മന്ത്രം ചൊല്ലിയാലോ പ്രാർത്ഥിച്ചാലോ എന്തെങ്കിലുമൊക്കെ ക്രിയ കാണിച്ചാലോ ഒന്നും മന്ത്രത്തിന് ഫലം കിട്ടാത്തതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഈ ഋഷി ഈ മന്ത്രത്തെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലോക്കിനെ തുറക്കണം. അതിനെയാണ് ഉത്കീലനം എന്ന് പറയുന്നത്. കീലകം കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുന്നു, ഉത്കീലനം കൊണ്ട് നമ്മൾ അൺലോക്ക് ചെയ്യണം. അതിനാണ് ഗുരുവിൻ്റെ അടുക്കൽ നമ്മൾ ഇത് പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പം ഭദ്രകാളിയെ അൺലോക്ക് ചെയ്യുന്ന മന്ത്രമാണ് ഓം ഹ്രീം ഹ്രീം ഹ്രീം
ഭദ്രകാളി ഉത്കീലനം കുരു കുരു സ്വാഹ. ഇത് 7 തവണ ജപിക്കുമ്പോഴേക്കും കാളി മന്ത്രം ഋഷി അതിനകത്ത് അടക്കി വെച്ചിരിക്കുന്ന ആ മന്ത്രത്തിൻ്റെ ശക്തി ഓപ്പണാകും. അവിടെ മുതലാണ് സാധകനെ മന്ത്രം തൻ്റെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ചിന്തയിലും ഒക്കെ ആ മന്ത്രം നമുക്ക് വിഹരിക്കാനായിട്ട് സ്റ്റാർട്ടാവുക. അതിനുശേഷം മന്ത്രം 1008 ജപിക്കണം. ഇപ്പം ചില ആൾക്കാരൊക്കെ ഒരു 108 ജപിച്ചിട്ട് പോവുക, ഇതിനകത്തൊന്നും കാര്യമില്ല. ഏറ്റവും കുറഞ്ഞത് 1008 മന്ത്രം ജപിച്ചെങ്കിൽ മാത്രമേ ആ മന്ത്രത്തിന് ഫലം ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ കുണ്ടലിനി ശക്തിയിൽ ഈ ബീജമന്ത്രം ഉറങ്ങിക്കിടക്കുകയാണ്. 300 ഉരു കഴിയുമ്പോൾ മുതലാണ് ഈ മന്ത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണരുക. 700 മന്ത്രങ്ങൾക്ക് മേലോട്ട് വരുമ്പോഴാണ് ഈ മന്ത്രം ഒന്ന് ഉണർന്നിട്ട് ഇതെന്താണെന്നൊന്ന് ചിന്തിച്ചു വരിക. 1008 മന്ത്രം ജപിക്കുമ്പോഴാണ് സഹസ്രാരപത്മത്തിലേക്ക് മന്ത്രം ഉണർന്നിട്ട് എന്താണ് നിൻ്റെ ആവശ്യം എന്ന് മന്ത്രം ചോദിക്കുവാനായിട്ട് ഇടയാവുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞത് 1008 മന്ത്രം ജപിച്ചെങ്കിൽ മാത്രമേ ആ മന്ത്രം കൊണ്ട് സാധകന് അനുകൂലമായി വരുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനുശേഷം ജപം കഴിഞ്ഞതിന് ശേഷം ജപ അന്ത്യത്തിൽ വീണ്ടും സേതു മന്ത്രം ജപിക്കണം. അതായത് ഹ്രീം എന്ന് 7 തവണ നമ്മൾ വീണ്ടും ജപിക്കണം. മന്ത്രത്തിന് അവസാനം അശൗചഭംഗം ഉണ്ടാകും. അതുകൊണ്ട് ഓം ഓം ഹ്രീം ഭം ഭദ്രകാളി എന്ന് നമ്മൾ വീണ്ടും 7 തവണ ജപിക്കണം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രാണായാമം ചെയ്യണം. എന്നിട്ട് ഈ പ്രപഞ്ചത്തോടും ഭഗവതിയോടും ഗുരുവിനോടും നമ്മൾ നന്ദി പറഞ്ഞ് മന്ത്രജപം അവസാനിച്ച് നമുക്ക് സാവകാശം എഴുന്നേക്കാം. ഇതിനു മുമ്പ് മനസ്സിലാക്കേണ്ട ഒരുപാട് ക്രിയയുണ്ട്. ഇത് എങ്ങനെ നമ്മൾ ജപിക്കുമെന്നതിൻ്റെ ഒരു നിയമഭാഗമാണ് ഇത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ മന്ത്രം വിധിയാൻ വണ്ണം നമുക്ക് അനുകൂലമായും സിദ്ധിയായും വരുള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാകുന്നു എന്ന് ചിന്തിക്കുന്നു. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.